നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണകൂടത്തെ തോൽപ്പിച്ച്, മാധ്യമങ്ങളെ തോൽപ്പിച്ച് മലയാളത്തിൻ്റെ ആ അധികായൻ പടിയിറങ്ങിപ്പോകുന്നു. ഇനി MDയുടെ മടങ്ങിവരവില്ല. സിതാരയുടെ പടിയിറങ്ങി മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് ആരും വിളിക്കാതെ എത്തിയ വൻ ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്നലെ രാത്രി സിതാരയിലെത്തിച്ച MDയുടെ മൃതദേഹം കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും സാധാരണക്കാരും പ്രമുഖരുമടക്കം ആയിരങ്ങളെത്തി. അവിടെ മന്ത്രിയെന്നോ സൂപ്പർ സ്റ്റാറുകളെന്നോ മുഖ്യമന്ത്രിയെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസങ്ങളില്ല. അവരുടെ മുഖത്ത് താരാധനയില്ല. മന്ത്രിമാരോട് പ്രത്യേക ഭാവവ്യത്യാസങ്ങളില്ല. ആ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രിയപ്പെട്ട MD, അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരം. ഇന്നലെ രാത്രി 10 മണിക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു MD വാസുദേവൻ നായരുടെ അന്ത്യം. 91 വയസ്സ്. 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 26-ന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. MDയെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്നറിയാതെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കുഴയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം, സിനിമാ സംവിധാനം എന്നിങ്ങനെ എഴുത്തിൻ്റെയും കലാപ്രവർത്തനങ്ങളുടെയും സമസ്ത രൂപം അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. മലയാള സിനിമയിലെ ക്ലാസിക്കുകളായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെൻ്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2005-ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ആ മഹത് വ്യക്തിത്വം. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, JC ദാനിയേൽ പുരസ്കാരം എന്നിങ്ങനെ എണ്ണമറ്റ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയത് 4 തവണ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 11 തവണയും അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ ലഭിച്ചു. ആരാണ് MD വാസുദേവൻ നായർ? അഹങ്കാരിയെന്ന് ചിലർ അദ്ദേഹത്തിന് മുദ്രകുത്തി. എന്നാൽ തൻ്റെ നിശബ്ദത കൊണ്ട് കേരളത്തെ മൗനത്തിലാഴ്ത്തിയ ഒരു മഹാപ്രതിഭയായിരുന്നു MD വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് മുന്നിൽ ധ്യാനനിരതരായി മലയാളികളിരുന്നു. എന്തിനേറെ, അധോലോക നായകനെ മനുഷ്യനാക്കിയ കഥ പോലും MDയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. മുംബൈയിലെ അധോലോക നായകൻ കരീംലാലയുടെ സംഘാംഗമായിരുന്നു സുധീർ ശർമ്മ. മയക്കുമരുന്ന് കടത്തുൾപ്പെടെ നിരവധി കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ഗോവ ജയിലിലെ 307-ാം നമ്പർ ജയിൽ പുള്ളിയായി കഴിയുന്ന കാലത്ത് ഒരു പാഴ്സൽ അദ്ദേഹത്തെ തേടിയെത്തി. IPS ഉദ്യോഗസ്ഥനായിരുന്ന വിഭൂതി നാരായൺ റായ് അയച്ചു കൊടുത്ത ഒരു പാഴ്സൽ. ആ പാഴ്സലിൽ കുറച്ച് പുസ്തകങ്ങൾ. അത് MD വാസുദേവൻ നായർ എഴുതിയ പുസ്തകങ്ങളുടെ ഹിന്ദി പരിഭാഷയായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ ജയിലിൻ്റെ ഏകാന്തതയിൽ സുധീർ ശർമ്മ തൻ്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കരുത്തിൽ ആ പുസ്തകങ്ങൾ തുറന്നു. MD വാസുദേവൻ നായരുടെ കൃതികൾ അദ്ദേഹം വായിച്ചു. ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കാലം, വാരണാസി എന്നിവയുടെ ഹിന്ദി പരിഭാഷകളുണ്ടായിരുന്നു. സുധീർ ശർമ്മ അവയിൽ മുങ്ങിപ്പോയി. അയാളുടെ ജീവിതം മാറിമറിഞ്ഞു. ഞാൻ അമ്പരന്നു. വാക്കുകളുടെ മായാജാലം, വികാരങ്ങളുടെ അത്ഭുത ലോകം. ആ പുസ്തകങ്ങൾ എന്നെ മാറ്റിമറിച്ചുവെന്നാണ് സുധീർ ശർമ്മ പിന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ജീവിതത്തിൻ്റെ ആഴങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. ആത്മീയമായ ഒരനുഭവമായിരുന്നു എനിക്ക് ആ പുസ്തകങ്ങൾ. സജീവമായി നിൽക്കുന്ന മലയാള സാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ എന്ന് സുധീർ ശർമ്മ മനസ്സിലാക്കുന്നു. പിന്നീട് കിട്ടാവുന്ന മലയാള പുസ്തകങ്ങളുടെ ഹിന്ദി പരിഭാഷകൾ പരമാവധി സംഘടിപ്പിച്ച് സുധീർ ശർമ്മ വായനയുടെ ലോകത്തായി. അങ്ങനെ തകഴിയെ, ഉറൂബിനെ, പൊറ്റക്കാടിനെ ഒക്കെ വായിച്ചറിഞ്ഞു. MDയോടുള്ള പ്രത്യേക ഇഷ്ടം. ഒടുവിൽ സുധീർ ശർമ്മ തൻ്റെ അധോലോക ബന്ധം വിട്ട് ഒരു ലൈബ്രറിയനായി പിന്നീടുള്ള കാലം ജീവിച്ചു. ഉത്തർപ്രദേശിലെ അസംഗഡിലെ ജോക്കഹാര എന്ന ഗ്രാമത്തിൽ ശ്രീരാമാനന്ദ സരസ്വതി പുസ്തകശാലയിലെ ലൈബ്രറിയനായി പിന്നീടുള്ള ജീവിതകാലം സുധീർ ശർമ്മ മാറ്റി. മരിച്ചത് ഒരു MD അല്ല, നമ്മുടെയെല്ലാം MD. പ്രായാധിക്യമുള്ള ഈ വേർപാടിനെ കനത്ത ആഘാതം, തീരാനഷ്ടം എന്നൊന്നും വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇനി MD വാസുദേവൻ നായർ ഇല്ലാത്ത മലയാള സാഹിത്യം. എന്നാൽ അദ്ദേഹം നിത്യജീവിതത്തിൽ നമുക്കൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ. അദ്ദേഹം എന്നും കേരളത്തിൽ ജീവിക്കും. കേരളത്തിൽ മാത്രമല്ല, ലോകമാകെ. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ, ഈ കറുത്ത മണൽത്തരികൾ നോക്കൂ. ഒരു കാലത്തവ വെളുത്തിട്ടായിരുന്നു. സൂര്യപ്രഭയേൽക്കുമ്പോൾ വജ്രകണങ്ങൾ പോലെ മിന്നിത്തിളങ്ങിയിരുന്നു. പക്ഷേ ഇന്നവ കറുത്തിട്ടാണ്. മനുഷ്യരക്തത്തിൽ കുതിർന്ന് കറപിടിച്ചതാണ് ഈ മൺതരികൾ.
ലോകത്തിൻ്റെ മുരടിച്ച മോന്തയുടെ മുമ്പിൽ നിരത്തിവെക്കാൻ ഈ മണൽത്തരി ഓരോന്നും എണ്ണമറ്റ പ്രശ്നങ്ങൾ കരുതി വച്ചിരിക്കുകയാണ്. രക്തം പുരണ്ട മണൽത്തരികളിലൂടെ അദ്ദേഹം ലോകത്തിലേക്ക് കടന്നു. കൂടല്ലൂരിൽ ജനനം, നാൾ പ്രകാരമുള്ള ജന്മദിനം കർക്കടകത്തിലെ ഉത്രട്ടാതി, മലമക്കാവ് എലിമെൻ്ററി സ്കൂൾ, കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം കുറച്ചുകാലം അധ്യാപക ജോലി. 57 മാതൃഭൂമിയിൽ സബ് എഡിറ്റർ. തുടർന്ന് MT തന്റെ ആത്മകഥാംശമുള്ള കൃതികളിൽ വ്യക്തമായിരിക്കുന്നത് പോലെ ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ കുറിച്ചിട്ടു. ഇന്ത്യൻ സാഹിത്യലോകത്തെ കുലപതി തന്നെയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തനത്തിൽ തനത് ശൈലി എപ്പോഴും MTയുടെ സ്വന്തം. എന്നാൽ മലയാള മാധ്യമങ്ങളെ അദ്ദേഹം തോൽപ്പിച്ചാണ് ഒടുവിൽ മടങ്ങിയിരിക്കുന്നത്. ഇന്ന് പത്രങ്ങളില്ലാത്ത ദിവസമാണ്. ഇന്നലെ ഡിസംബർ 25 അവധി ദിവസം. അതേ ദിവസം തന്നെ തൻ്റെ അന്ത്യയാത്രയ്ക്കായി MT തെരഞ്ഞെടുത്തു. ഇലക്ട്രോണിക് പതിപ്പുകൾ കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നു മാധ്യമങ്ങൾക്ക്. പത്രങ്ങളെയൊക്കെ തോൽപ്പിച്ച് തൻ്റെ ചിരിയില്ലാത്ത മുഖമുയർത്തി MT കടന്നുപോകുന്നു. അല്ലെങ്കിലും MT ഇങ്ങനെയൊക്കെയാണ്. പിണറായി വിജയനെ പോലും ശകാരിക്കാൻ കഴിവുള്ള MTയുടെ വാക്കുകൾ. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ജീർണത തൻ്റെ പ്രസംഗത്തിൽ ചാട്ടുളി പോലെ ഉളുപ്പിച്ച ഒരു മഹാമാന്ത്രികൻ. ഒടുവിൽ മാധ്യമങ്ങളെ വിമർശിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്ത MT വാസുദേവൻ നായർ തൻ്റെ മരണത്തിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. മാധ്യമങ്ങൾക്ക് വെറുമൊരു അലങ്കാര വസ്തുവായി തന്നെ മാറ്റാൻ കഴിയില്ല. ഒരിക്കൽ മാതൃഭൂമി പത്രാധിപരായിരുന്ന MT വാസുദേവൻ നായർ അന്ന് മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു. അന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹബന്ധം തകർന്നത്. ജീവിതത്തിനും മരണത്തിനുമിടയിലെ ആശുപത്രിവാസം. ഒടുവിൽ ഓഫീസിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ മരണക്കുറിപ്പ് കണ്ട് അദ്ദേഹം ഊറിച്ചിരിച്ചു. പത്രത്തിൻ്റെ സ്പെഷ്യൽ പതിപ്പായി തൻ്റെ മരണപ്പേജുകൾ തയ്യാറാക്കി വെച്ച മാധ്യമസ്ഥാപനം. ഇത്തരം മാധ്യമസ്ഥാപനങ്ങളെ അദ്ദേഹം സിനിമയിലൂടെ തന്നെ കടന്നാക്രമിച്ചു. കോഴിക്കോട് തിരക്കുള്ള നഗരത്തിൽ MTയുടെ വീട്ടിലേക്ക് കയറണമെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ നിർത്തിയിട്ട് നടന്ന് അകത്തേക്ക് കയറണം. ചെറുവാഹനങ്ങൾക്കുള്ളിൽ പ്രവേശിക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ വാഹനം പുറത്തു നിർത്തി നടന്നു കയറുന്ന ദൃശ്യങ്ങൾ. എല്ലാവരും തൻ്റെ അടുക്കലേക്ക് നടന്നു വരട്ടെയെന്ന് MT ആഗ്രഹിച്ചു കാണും. തൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കേണ്ട, അത് നാടുനീളെ ഒരു വിലാപയാത്രയായി കൊണ്ടു നടക്കേണ്ട, പ്രദർശന വസ്തുവാക്കേണ്ട കടുത്ത നിയന്ത്രണങ്ങളാണ് അദ്ദേഹം തൻ്റെ ജീവിതാന്ത്യത്തിനു ശേഷം കുറിച്ചത്. അത് വീട്ടുകാരോടും സുഹൃത്തുക്കളോടുമൊക്കെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ MT വാസുദേവൻ നായരെ നമ്മൾ യാത്രയാക്കിയത്. 60ഓളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയൊരുക്കി. 6 സിനിമകളുടെ സംവിധായകനായി. സാഹിത്യത്തിന്റെ തുടർച്ചയായിരുന്നു MTയുടെ സിനിമകൾ. മലയാളത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ഏറ്റവും കൂടുതൽ പുരസ്കാരം സ്വന്തമാക്കിയത് ആര് എന്ന ചോദ്യത്തിനൊരു ഉത്തരം മാത്രം: MT വാസുദേവൻ നായർ. സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന MTയുടെ ചെറുകഥ പ്രമേയം തിരക്കഥയാക്കിക്കൊണ്ട് 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന ചിത്രം. അതായിരുന്നു മലയാള സിനിമാ രംഗത്തേക്കുള്ള MTയുടെ കടന്നുവരവ്. കൂട്ടുകുടുംബത്തിനുള്ളിലെ പ്രണയബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന മുറപ്പെണ്ണ് എന്ന സിനിമയിലെ കരയുന്നു പുഴച്ചിരിക്കുന്നു, കടവത്ത് തോണി തുടങ്ങിയ ഗാനങ്ങൾ മലയാളികൾ ഇന്നും ഏറ്റുപാടുന്നവ. MT ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് നിർമാല്യം. അദ്ദേഹം എഴുതിയ വേദനയുടെ പൂക്കൾ എന്ന കഥാ സമാഹാരത്തിലെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് നിർമാല്യമായത്. പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, നഗരമേ നന്ദി, അസുരവിത്ത്, നിഴലാട്ടം, ഓളവും തീരവും, മാപ്പുസാക്ഷി, കുട്ടേടത്തി വിത്തുകൾ, മഞ്ഞ്, നിർമാല്യം, കന്യാകുമാരി, പാതിരാവും പകൽ വെളിച്ചവും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ. ഒടുവിൽ പഴശ്ശിരാജ വരെ. നഖക്ഷതങ്ങൾ, പഞ്ചാഗ്നി, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, സതയം, സുഹൃതം, പരിണയം, എന്തു സ്വന്തം, ജാനകിക്കുട്ടി. ഇതൊന്നും നമ്മൾ മലയാളി പ്രേക്ഷകർ മറക്കില്ല. ഒഴിവുകാലത്ത് 6-12 നാഴിക കുന്നുകൾ കയറിയിറങ്ങിയാണ് ഞാൻ വായിക്കാൻ മലയാള പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്നത്. സുപ്രസിദ്ധ കവിയായ അക്കിത്തത്തോട് ചോദിച്ചാലറിയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ആഴ്ചയിലൊരിക്കൽ പുസ്തകത്തിനായി എത്തും. എഴുത്തിനേക്കാൾ കൂടുതൽ വായനയുടെ ലോകത്ത് ചിലവഴിച്ച MT താൻ എത്രമാത്രം വായനയെ സ്നേഹിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാടത്ത് തെക്കേപ്പാട് വാസു എന്ന MT വാസുദേവൻ നായർ വിടവാങ്ങുന്നതോടെ മലയാള സാഹിത്യത്തിലെ ഒരു യുഗമാണ് ഇപ്പോൾ പോയി മറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന ഒരു മഹാമാന്ത്രികൻ. അദ്ദേഹത്തിന്റെ അക്ഷര തീർത്ഥാടനം 91-ാം വയസ്സിൽ അവസാനിക്കുന്നു. എന്നാൽ അക്ഷരങ്ങളുടെ ലോകത്ത് അദ്ദേഹം എഴുതി ചേർത്ത ആ മഹാപുസ്തകങ്ങൾ
മലയാളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ജീവിച്ചിരിക്കെ തന്നെ എല്ലാ അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിയാണ് ആ മഹാപ്രതിഭ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എഴുത്തിന്റെ മഹാലോകത്ത് നമ്മൾ MD ആദരവോടെ കാണുമ്പോൾ ജീവിതത്തിന്റെ പച്ചപ്പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ അദ്ദേഹം എങ്ങനെയാണ് കടന്നുപോയത് എന്നുകൂടി തിരയേണ്ടതുണ്ട്. വ്യക്തിജീവിതത്തിൽ ഏറെ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിഭയുടെ ലോകത്ത് വിമർശനങ്ങളേൽക്കാതെ അദ്ദേഹം കടന്നുപോയി. MD പരുക്കനാണ്, പിശുക്കനാണ്, ഒട്ടും ചിരിക്കാത്തയാളാണ്, അഹങ്കാരിയാണ്. എത്രയെത്ര പരിഹാസങ്ങളാണ് ചിലർ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയത്. അവയ്ക്ക് നേരെ അദ്ദേഹം പ്രതികരിച്ചില്ല, പ്രതിഷേധിച്ചില്ല, പ്രതിധ്വനികളൊന്നും ഉയർത്തിയില്ല. മലയാള സാഹിത്യ ലോകത്ത് തൻ്റേതായ ഒരു കുറുമുന്നണി ഉണ്ടാക്കാൻ MD ഒരിക്കലും ശ്രമിച്ചില്ല. എന്നാൽ ഇരിപ്പിടത്തിൽ കയറി നിൽക്കാതെ തന്നെ ഇരിപ്പിടമുയർത്തി അദ്ദേഹത്തെ ആരാധനയോടെ ജനങ്ങൾ കണ്ടു. വൈക്കം മുഹമ്മദ് ബഷീർ നൂലൻ വാസു എന്ന് കളിയാക്കിയിരുന്ന ഈ എഴുത്തുകാരൻ പിന്നീട് തന്നിലേക്ക് ഒരു പുരുഷാരത്തെ ആകെ ആകർഷിച്ചു. എന്തിന്, മലയാള അക്ഷരങ്ങളെ സ്നേഹിച്ചവരൊക്കെ MDയെ തങ്ങളുടെ ഹൃദയത്തോട് സ്വീകരിച്ചു. തമാശകൾ നന്നായി ആസ്വദിക്കുന്ന പ്രകൃതം കൂടി MD വാസുദേവൻ നായർക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കോഴിക്കോടൻ കൂട്ടുകാർ പറയും. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയൊക്കെ MDയുടെ ഈ പ്രത്യേക സ്വഭാവ സവിശേഷതയെക്കുറിച്ച് ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്പോർട്സിലും അപാര കമ്പക്കാരൻ. ചെസ് മുതൽ ടെന്നീസ് വരെയുള്ള വിവിധ കളികളെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം മറുപടി പറയും. എന്നാൽ നമ്മുടെ നാട്ടിലെ സോക്കോൾഡ് സാംസ്കാരിക നായകരെ പോലെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം കയറിപ്പറയുക അദ്ദേഹത്തിൻ്റെ ശീലമല്ല. ചില വിമർശനങ്ങൾ അതേതു വാളിൻ്റെ മൂർച്ചയും തോൽപ്പിച്ചു കളയും. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന MD വാസുദേവൻ നായർ തൻ്റെ ചെറുപ്രായത്തിൽ ജീവിതത്തിൻ്റെ ഇടവഴിയിൽ വെച്ച് ഒന്ന് കാലിടറി വീണു. ഒരു മുഴുക്കുടിയനായി മാറി എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പലപ്പോഴും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം പാതിര വരെ മദ്യപാനം, ഒരു കുപ്പിയൊക്കെ അകത്താക്കുന്ന കാലം. കോഴിക്കോട് വീറ്റ് ഹൗസ് എന്ന 70കളിലെ ഒരു പ്രമുഖ ഹോട്ടലിലുണ്ടായ ഒരു തർക്കം ഒടുവിൽ ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഒരു ഈഗോയുടെ പുറത്ത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കുത്തിക്കൊല്ലുന്നു. വധശിക്ഷ വിധിക്കപ്പെട്ട ആ പ്രതിയെ ജയിലിൽ പോയി കണ്ട MDയുടെ തൂലികയിൽ ഒരു കഥ വിരിഞ്ഞു, ശത്രു. പിന്നീട് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം സതയം എന്ന സിനിമയാക്കി. ഒന്നും രണ്ടുമല്ല, 20 വർഷത്തോളം തികഞ്ഞ മദ്യപാനിയായിരുന്നു താനെന്ന് MD തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തി. സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനശീലം പിന്നീടത് MDയെ തകർത്ത് കളഞ്ഞു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരിക്കൽ എഴുതി, അക്കാലത്ത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു MDയുടെ മദ്യപാനം. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി തീർക്കും. മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ മാതൃഭൂമി ഓഫീസിൽ ഉച്ചയ്ക്കുറങ്ങുന്ന MDയെ പല സഹപ്രവർത്തകരും ഇപ്പോഴും ഓർമ്മിക്കുന്നു. അങ്ങനെ ഗുരുതരമായ കരൾ രോഗം വന്ന് അദ്ദേഹം മരണാസന്നനായി. ഒരു വേള കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ MD അന്തരിച്ചു എന്ന തലക്കെട്ടിൽ വാർത്തയും പ്രൊഫൈലുമൊക്കെ തയ്യാറാക്കി വെച്ചു. സുഹൃതം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്വന്തം മരണവാർത്ത തയ്യാറാക്കി വയ്ക്കുന്ന പത്രപ്രവർത്തകൻ. ആ പത്രപ്രവർത്തകൻ രവിശങ്കർ MDയുടെ സ്വന്തം അനുഭവമായിരുന്നു. അക്ഷരങ്ങൾ എന്ന സിനിമയിലും മദ്യത്തിലേക്ക് വഴിതെറ്റിയ ഒരു എഴുത്തുകാരനെ MD ആവിഷ്കരിച്ചു. പിന്നീട് MD സാക്ഷ്യപ്പെടുത്തി, മദ്യം എൻ്റെ സാഹിത്യത്തിനൊരിക്കലും ഒരു ഗുണവും ചെയ്തില്ല. മദ്യപിച്ചൊരു കത്തെഴുതാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ശാരീരികവും മാനസികവുമായി മദ്യം എന്നെ തളർത്തിക്കളഞ്ഞിട്ടേയുള്ളൂ. പ്രമീള നായർ MD വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ. MGRന്റെ അച്ഛൻ ഗോപാലമേനോന്റെ പാലക്കാട് വടവന്നൂർ മരുതൂർ തറവാട്ടിൽ ജനിച്ചവളായിരുന്നു പ്രമീളയുടെ അമ്മ. ചലച്ചിത്രമാക്കാൻ വേണ്ടി പ്രമീള അവരുടെ തന്നെ നോവൽ നഷ്ടബോധങ്ങൾ ആധാരമാക്കി. അതായിരുന്നു പുനർജനി എന്ന തിരക്കഥ. GK എന്ന കഥാപാത്രത്തിന്റെ മദ്യപാനം കണ്ടുപെടുത്ത ഒരു കഥാനായിക. വീട്ടിൽ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ എത്തിയ ടീച്ചറുമായി GK അടുത്തത് കമലെ അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആൽക്കഹോളിക് അഡിക്റ്റായി മാറിയത്. പിന്നീട് പേടിച്ചടുത്ത് ചെല്ലാൻ പോലും കമലയ്ക്ക് വയ്യാതായി. രാത്രി ഉറങ്ങാൻ കിടന്നാൽ അയാളുടെ കൈകൾ അവളുടെ കഴുത്തുകൾ ഞെരിക്കാൻ തുടങ്ങും. ഒടുവിൽ കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് പ്രമീള കിടക്കുമ്പോൾ ആ എഴുത്തുകാരനെ കാണണമെന്ന ആഗ്രഹം. എന്നാൽ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയില്ല. 1965 പ്രമീള നായരെ MD വിവാഹം ചെയ്യുന്നു. എഴുത്തുകാരിയും വിവർത്തകയുമാണ് പ്രമീള നായർ. പിന്നീട് 76 വിവാഹമോചനം. 77 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ ജീവിത സഖിയാക്കി. MDയുടെ വ്യക്തിജീവിതത്തിലെ ഈ താളപ്പിഴകൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെയും ഇതിവൃത്തമായി. സ്ത്രീവിരുദ്ധത എന്ന് വിമർശിക്കുന്നവർ രംഗത്തെത്തിയതിനു പിന്നിലും ഇത്തരം ചില പശ്ചാത്തലങ്ങൾ. വടക്കൻ വീരഗാഥയിലെ ചന്തു ഉണ്ണിയാർച്ചയോട് പറയുന്ന ഒരു ഡയലോഗ്,
നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് ശപിക്കും, വെറുത്തുകൊണ്ട് കൊഞ്ചും. അക്ഷരങ്ങൾ, സുഹൃതം തുടങ്ങിയ MTN സിനിമകളുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീവിരുദ്ധ ആരോപണങ്ങൾ ചിലർ ഉയർത്തി. വ്യക്തിജീവിതത്തിലെ താളപ്പിഴകൾക്കപ്പുറത്ത് അക്ഷരലോകത്ത് അദ്ദേഹം സൃഷ്ടിച്ച ആ കൃതികൾ. രാഷ്ട്രീയത്തിലും MTക്ക് MTയുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ അത് ഏറ്റവും ഉന്നത നിലയിലുള്ള ഒരു രാഷ്ട്രീയമെന്ന് നമുക്ക് വിലയിരുത്താം. തുഞ്ചൻ പറമ്പിൽ നടത്തുന്ന സാംസ്കാരിക ഇടപെടലുകളും പെരിങ്ങോം ആണവ നിലയ വിരുദ്ധ മുന്നേറ്റത്തിലും മുത്തങ്ങ സമരത്തിലുമൊക്കെ കയ്യൊപ്പ് ചാർത്തിയ ഒരു സാംസ്കാരിക നായകന്റെ വേഷം അത് MTക്ക് മാത്രം. സാമൂഹിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലുമൊക്കെ MTക്ക് ഒരു നിലപാടുണ്ട്. പുകഴ്ത്തലുകളോട്, യോഗങ്ങളോട്, ആൾക്കൂട്ടത്തോട് എന്നും പുച്ഛഭാവമായിരുന്നു MTക്ക്. ആരാധന അത് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല. വ്യക്തിപൂജയ്ക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. മാറാട് കലാപകാലത്ത് MT സമാധാന ദൂതുമായി കളത്തിലിറങ്ങി. MTക്കറിയാം തൻ്റെ സ്ഥാനം. കോഴിക്കോടും പരിസരത്തുമൊക്കെ ചേർന്ന മതസൗഹാർദ്ദ യോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. 2024 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി MT നടത്തിയ വിമർശനം അത് മലയാളത്തിൽ വലിയ വിവാദ കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്ന് രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറി എന്നും MT തുറന്നടിച്ചു. ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണ് എന്ന സിദ്ധാന്തത്തെ എന്നു കുഴിച്ചുമൂടി. റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ആൾക്കൂട്ടം എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം. ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും MT പറഞ്ഞു വെച്ചു. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല എന്ന് MT തുറന്നടിച്ചു. ഇക്കാര്യത്തിൽ EMSനെയാണ് അദ്ദേഹം ഉദാഹരിച്ചത്. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ EMS എന്നും ശ്രമിച്ചു. നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തതും അതുകൊണ്ട് തന്നെ. MTയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞയുടൻ പിണറായി വിജയൻ വേദി വിട്ടു. സംഭവത്തിൽ ഗൂഢാലോചന സംശയിച്ച് പോലീസ് അന്വേഷണം നടത്തിയതും സർക്കാരിന് വലിയ നാണക്കേടുണ്ടായി. പിന്നീട് ഇടതുപക്ഷം ഈ വിവാദത്തിൽ നിന്ന് ബുദ്ധിപരമായി തലയൂരി. സാധാരണക്കാരുടെ മനസ്സിൽ MTയുടെ ആ രണ്ടക്ഷരം പിറന്നത് അദ്ദേഹം ജന്മം കൊടുത്ത കഥാപാത്രങ്ങളിലൂടെയാണ്. തൻ്റെ കഥാപാത്രങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ജീവസുറ്റതാക്കി മാറ്റിയപ്പോൾ MT സാധാരണക്കാരുടെ ഹൃദയത്തിൽ മറ്റൊരവതാരമായി മാറി. മമ്മൂട്ടി MTയുടെ തീപാറുന്ന ഡയലോഗുകളിലൂടെ അരങ്ങ് തകർക്കുന്ന നാളുകൾ. അന്ന് ജനങ്ങൾ MT എന്ന കലാകാരനെ മാത്രമല്ല കരുത്തുറ്റ തിരക്കഥാകൃത്തിനെ അടുത്തു കണ്ടു. മമ്മൂട്ടി ജീവിതത്തിൽ ഏറെ ഭയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ എന്ന് സിനിമാക്കാർക്കിടയിൽ പ്രത്യേക പറച്ചിലുണ്ട്. വടക്കൻ വീരഗാഥയിലെ കിടിലൻ ഡയലോഗുകൾ അത് മമ്മൂട്ടി എന്ന കഥാപാത്രത്തെ മലയാളികളുടെ മനസ്സിൽ ജീവനുറ്റ ഒരു ഓർമ്മപ്പെടുത്തലാക്കി. ഡയലോഗുകൾ പഠിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് മമ്മൂട്ടി MTയെ നേരിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞുകൊടുത്ത ഡയലോഗുകൾ റെക്കോർഡ് ചെയ്ത് പിന്നീട് അവ കേട്ട് പരിശീലിച്ച് സിനിമയിൽ പ്രയോഗിച്ചപ്പോൾ മമ്മൂട്ടി എന്ന കഥാപാത്രം മറ്റൊരനുഭവമായി മലയാളികൾക്ക്. അമൃതഗമയ, അനുബന്ധം, പഞ്ചാഗ്നി, അടിയൊഴുക്കുകൾ, അഭയം തേടി, താഴ്വാരം, സതയം മോഹൻലാലിനും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല MTയുടെ ആ കഥാപാത്രങ്ങളുടെ ശൈലി. വ്യക്തിജീവിതത്തിൽ 4 ദുഃഖങ്ങൾ തന്നെ വേട്ടയാടിയിരുന്നു എന്ന് MT എപ്പോഴും പറയും. താൻ കണ്ടുവളർന്ന നിളാനദി ഒരു മാലിന്യ കൂമ്പാരമാകുന്നതും ശോഷിച്ചു പോകുന്നതും MTയെ വേദനിപ്പിച്ചു. അന്തരിച്ച സംവിധായകൻ അജയൻ തൊട്ട് പ്രിയദർശൻ വരെയുള്ളവരുടെ ഡ്രീം പ്രോജക്റ്റായ മാണിക്യക്കല്ല് സിനിമയാക്കാൻ കഴിഞ്ഞില്ല. MTയുടെ തിരക്കഥകളിലൂടെ മലയാള സിനിമയുടെ ചരിത്രം എഴുതപ്പെടാത്ത മറ്റൊരു തിരക്കഥയായി മാറി. MTയുടെ തിരക്കഥകളിൽ രൂപം കൊണ്ട സവിശേഷവും സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടൻ കൂടിയാണ് മോഹൻലാൽ. നേതൃപൂജ ആ വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി MT വാസുദേവൻ നായർ നടത്തിയപ്പോൾ അന്ന് വിറങ്ങലിച്ചു പോയത് CPM പാർട്ടി. ഇന്ന് കോഴിക്കോട് നഗരത്തിൽ MTയുടെ ഭൗതികദേഹം കാണാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നഗരത്തിൽ ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് MTക്കരികിലെത്തുന്നു. സമാനമാണ് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ. ആ വലിയ മനുഷ്യന് മുന്നിൽ എല്ലാ അഹങ്കാരങ്ങളും തങ്ങളുടെ ആടയാഭരണങ്ങൾ അഴിച്ചു നിൽക്കുന്നു. കരിമ്പടത്തിന് മുകളിൽ എത്ര നിറങ്ങൾ പുരട്ടിയാലും അതിൽ വ്യത്യാസമുണ്ടാവുകയില്ല എന്നൊരു സൂഫി പാടിയതുപോലെ അയാളുടെ ശ്രമങ്ങൾ വ്യർത്ഥമാകുന്നു. പല കഥാപാത്രങ്ങളുടെയും പ്രായശ്ചിത്തങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല പാപം. ഓരോ ചെറിയ വാക്കിലും നേർത്ത ചലനങ്ങളിലും വിശ്വസാഹിത്യത്തിലെ ദുരന്തനായകന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഡോക്ടർ PK ഹരിദാസ്. അമൃതംഗമയിലെ മോഹൻലാലിനെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കില്ല. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എഴുത്തിന്റെ ലോകത്തേക്ക് MT തിരിഞ്ഞു. ജ്യേഷ്ഠൻ MT നാരായണൻ നായർ സ്കൂളിലെ സീനിയറും
അയൽനാട്ടുകാരനുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരുടെയൊക്കെ സ്വാധീനം MDയിലെ എഴുത്തുകാരനെ ഉണർത്തി. ആദ്യകാലത്ത് കവിത എഴുതി പിന്നീട് ഗദ്യസാഹിത്യത്തിലേക്ക് വഴിമാറി. വിക്ടോറിയ കോളേജിലെ പഠനകാലത്ത് വായനയും എഴുത്തുമൊക്കെ അദ്ദേഹത്തിന് ലഹരിയായി. അങ്ങനെ രക്തം പുരണ്ട മണൽത്തരികൾ. 1954 നടന്ന ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാമതെത്തിയതോടെ MD ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 57 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് ചേരുന്നു. 4 കെട്ടാണ് പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യ നോവൽ. മലയാള സാഹിത്യ പത്രപ്രവർത്തനത്തെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു മഹാപ്രതിഭ. അതെ, അക്ഷരങ്ങളിൽ തീർത്ത ആ വീരഗാഥ തീനാളങ്ങളിൽ ലയിച്ച് അക്ഷരസൂര്യനായി മലയാളത്തിന് മേൽ ഉദിച്ചുയർന്നു. MD വാസുദേവൻ നായരുടെ സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർത്തിയായപ്പോൾ നമുക്ക് മുകളിൽ അക്ഷരസൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച് ഒരു കാലം നിശ്ചലമായി നിൽക്കുന്നു. ജീവിതം അങ്ങനെയൊക്കെയാണ്. ഇനിയൊരു രണ്ടാമൂഴമില്ല. പറഞ്ഞു വെച്ചതുപോലെ MDയും നിത്യമൗനത്തിലേക്ക്. അക്ഷരകുലപതിയുടെ അന്ത്യയാത്ര മൂകതയോടെ നോക്കി നിൽക്കുന്നു മലയാള ലോകം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ആരാധകരും സ്നേഹിതരുമടക്കം ആയിരങ്ങൾ MDക്ക് അന്ത്യാഞ്ജലി പ്പിക്കാനെത്തി. കാത്തുനിന്ന ആരാധക കൂട്ടം MDക്കൊപ്പം നടന്നു നീങ്ങിയപ്പോൾ അന്ത്യയാത്ര ആരുടെയും ആസൂത്രണമില്ലാതെ ഒരു വിലാപയാത്രയായി. കാലം MDയിലൂടെ ഒഴുകി. ഒടുവിൽ മാവൂർ ശ്മശാനത്തിൽ MDയിൽ അലിഞ്ഞു. നിത്യതയിലുള്ള നിദ്ര, അതിലേക്ക് MD മാറിയപ്പോൾ അക്ഷരനക്ഷത്രത്തിന് ഇനി അമരത്വമെന്ന് മലയാളികൾ മനസ്സിൽ പറഞ്ഞു. തൂലികത്തലപ്പ് കൊണ്ട് തലമുറകൾക്കായി കഥാപ്രപഞ്ചം തീർത്ത ആ മഹാ എഴുത്തുകാരൻ, അക്ഷരങ്ങളാൽ വായനക്കാരുടെ മനസ്സുകളിൽ ചിരിതൂകിയ ആ മഹാപ്രതിഭ, പരമ്പരാഗത വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം ചിന്തിച്ച, എഴുത്തിലൂടെ ഓരോ വായനക്കാരനെയും ചിന്തിക്കാൻ പ്രേരിപ്പിച്ച മലയാളത്തിൻ്റെ MD. അതെ, മലയാള സാഹിത്യ തറവാട്ടിലെ പെരുന്തച്ചൻ യാത്ര പോയി. മലയാള സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കി അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. ഇതിഹാസ സാഹിത്യകാരന് കേരളത്തിന്റെ അന്ത്യാദരം. ഒരു മലയാള സാഹിത്യകാരൻ എത്തിച്ചേരാൻ കൊതിക്കുന്ന സിംഹാസനത്തിലിരുന്നാണ് MD നിത്യതയുടെ മഹാപ്രപഞ്ചത്തിലേക്ക് ഇപ്പോൾ യാത്ര പോയത്. മലയാളത്തിൻ്റെ സുഹൃതം മാഞ്ഞുപോയി എന്ന് ആരാധകർ. അതെ, ഒരു കാലവും പ്രതിഭയും പിരിഞ്ഞു പോകുന്നു. സിതാരയെ മാത്രമല്ല, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന മലയാളികളെ അനാഥമാക്കിയാണ് ആ യാത്ര. MD വാസുദേവൻ നായർക്ക് അന്ത്യാദരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.